ശ്രീകുമാർ, കോൺഗ്രസ് പോൾ പൊസിഷനിൽ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പുതുയുഗ യാത്ര നല്ല നിലയിൽ ആളുകളെ ആകർഷിച്ച് മുന്നേറുമ്പോഴാണ് ഇങ്ങനെ കോൺഗ്രസിനെ ബാക്ക് ഫുട്ടിലാക്കുന്ന ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. നേതാക്കൾക്ക് മറുപടി പറയേണ്ടി വരുന്നു, ഭാഗികമായെങ്കിലും തള്ളി പറയേണ്ടി വന്നു, ഞങ്ങൾ പരിശോധിക്കുമെന്ന് പറയേണ്ടി വരുന്നു. നേരത്തെ റീത്ത് വെച്ച സംഭവത്തെ പ്രതിപക്ഷ നേതാവ് വിമർശിച്ചതാണ്. അതിനുശേഷവും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും KSUവിന്റെ ഭാഗത്തു നിന്നും ഇത് തന്നെ ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ ഡാറ്റ ചോർച്ചയോ ആരോഗ്യരംഗത്തെ പ്രശ്നമോ ഒക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാനിരിക്കവേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. ഭരണപക്ഷത്തിന് തളികയിലെന്ന വണ്ണം അവസരങ്ങൾ വെച്ചു കൊടുക്കുകയാണോ KSUവും യൂത്ത് കോൺഗ്രസും? നോക്കൂ ശ്രീ അഭിലാഷേ, ഇന്നത്തെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങൾ മാതൃഭൂമി വാർത്തയിലൂടെ എങ്കിലും കേരളത്തിലെ എല്ലാവരും കണ്ടിട്ടുണ്ട്, ഇത് കാണേണ്ടവർ കണ്ടിട്ടുണ്ട്. മാതൃഭൂമിയുടെ കണ്ണൂർ ലേഖകൻ ശ്രീ ഫെലിക്സ് അക്കാര്യത്തെക്കുറിച്ചൊരു വിശദീകരണവും കൊടുത്തിട്ടുണ്ട്, വാർത്ത. ഇത് രണ്ടും കാണുന്നവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ അഭിലാഷ് കാണിച്ച ഒരു ആവേശം എന്തുകൊണ്ടാണ് ശ്രീ വസീഫിനെ നിലനിർത്താൻ പറ്റാതെ പോയത് എന്നൊരു ചോദ്യവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. ഇവിടെ രണ്ട് കാര്യം ഞാൻ പറയാം. ഒന്ന്, ഇന്നിപ്പം ഈ സംഭവത്തിന് ശേഷം CPMൻ്റെ നേതാക്കളും അതുപോലെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും DYFI സുഹൃത്തുക്കളുമൊക്കെ അവർക്ക് വാർത്ത സൃഷ്ടിക്കാനായിട്ടൊക്കെ കഴിഞ്ഞു, പരമാവധി അവർ വാർത്ത സൃഷ്ടിച്ചു. പക്ഷേ നാളെ ഇവരെന്ത് ചെയ്യുന്നൊരു ചോദ്യം അവിടെയുണ്ട്. ഈ വീഡിയോ ആണോ തെളിവ് എന്നൊക്കെ ചോദിച്ചാൽ ഞാനത് ചർച്ചാ വിഷയം ആക്കുന്നില്ല. പക്ഷേ ഇവിടെ മാതൃഭൂമിക്ക് പോലും അഭിലാഷ് മോഹന് എന്തിനാണ് ഈ KSUക്കാരെ രക്ഷിക്കരുത് എത്ര താല്പര്യം എന്ന് ഞാൻ ചോദിച്ചാൽ, നിങ്ങൾ ആ വിഷൽ എവിടെ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്കത് കാണിക്കാൻ പറ്റില്ല. കാരണം അങ്ങ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ 10 DYFIക്കാർ വന്ന് പൊതിയുന്നു, പോലീസൊക്കെ അവരാരും താങ്കളെ തൊടുന്നില്ല, ആക്രമിക്കുന്നില്ല, കഴുത്തിനൊന്നും പിടിക്കുന്നില്ല. അത് സ്വീകാര്യമാണോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇങ്ങനെയാണോ സമരം ചെയ്യേണ്ടത്? എൻ്റെ പ്രശ്നം ജനാധിപത്യപരമായി ഇങ്ങനെയല്ല സമരം ചെയ്യേണ്ടതാണ്. അത് DYFI ചെയ്താലും യൂത്ത് കോൺഗ്രസ് ചെയ്താലും കോൺഗ്രസ് ചെയ്താലും CPM ചെയ്താലും ആര് ചെയ്താലും ഒരു മനുഷ്യന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് നേരെയുള്ള കടന്നുകയറ്റമാണല്ലോ. സമരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അവിടെ DYFIക്കാരാണോ യൂത്ത് കോൺഗ്രസ്സുകാരാണോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം. ഇവിടെ ഇപ്പോൾ KSUക്കാർ വീണ ജോർജിനെ തല്ലിയോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ അപ്രസക്തമാണ്. വീണ ജോർജിന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ അടിസ്ഥാനപരമായ പ്രശ്നം. നോക്കൂ ശ്രീ അഭിലാഷ, ഞാൻ സമര രീതിയെക്കുറിച്ച് നമുക്കിവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ സുഹൃത്ത് വസീഫിൻ്റെ DYFI ഈ റീത്തൊന്നും വെച്ചിട്ടില്ലേ, റീത്ത് സമരം വെച്ചിട്ടില്ലേ? അത് കോൺഗ്രസ് എന്തിനാ തള്ളിപ്പറഞ്ഞത്? അത് ഞങ്ങളുടെ സമരമല്ലെന്ന് K മുരളീധരനും രമേശ് ചെന്നിത്തലയും VD സതീശനും തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. തള്ളിപ്പറയേണ്ടവർ തള്ളിപ്പറയും. പക്ഷേ ഇന്നത്തെ സംഭവമാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്, ഇന്നത്തെ സംഭവം മാത്രം. സമരരീതികൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അതിപ്പോൾ അത് ഏത് രീതിയാണ് ശരിയെന്നുള്ളതൊക്കെ ജനം തീരുമാനിക്കട്ടെ. കുറച്ച് തീരുമാനിച്ചു കഴിഞ്ഞല്ലോ ഈ ഡിസംബറിൽ, ബാക്കി ഈ അടുത്ത മെയ്യിൽ തീരുമാനിച്ചോളൂ. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട. ഇന്ന് അഭിലാഷ് മോഹൻ രാവിലെ മന്ത്രി KK ശൈലജയുമായിട്ടൊരു അഭിമുഖം നടത്തി. ആ അഭിമുഖത്തിൽ താങ്കളുടെ ചോദ്യം ചോദിച്ചു. അനുവാദരഹിത എന്നാണ് എൻ്റെ ഓർമ്മ, താങ്കളുടെ വാക്ക്. അനുവാദരഹിതമായിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ആക്രമണം നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു. CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ സെക്രട്ടേറിയറ്റ് അംഗമായ മറ്റേ അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊരു ഘട്ടത്തിൽ പറഞ്ഞിരുന്ന K ശൈലജ പറഞ്ഞത് അങ്ങനെ പറയാൻ പറ്റില്ല. ശ്രീ വാസവനെതിരെയും ഇങ്ങനെ നടക്കുന്നുണ്ട്. നിങ്ങൾ മാധ്യമപ്രവർത്തകരിൽ പെട്ട ഒരാളാണല്ലോ ശ്രീമതി വീണ ജോർജ്. മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നില്ല. ആരോഗ്യ വകുപ്പിനെതിരായ ഒരു കാര്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ KSU ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ശൈലജ ടീച്ചർ പറഞ്ഞതുപോലെ ആ വകുപ്പിൻ്റെ വീഴ്ച എന്താ നിസ്സാരാണോ? വയറ്റിൽ കത്രിക, ഇടത് കൈ ചികിത്സയ്ക്ക് പോകുമ്പോൾ വലതേയും മുറിച്ച് കളയേണ്ടി വരിക, മുട്ടിന് ചികിത്സയ്ക്ക് പോകുമ്പോൾ കണ്ണ് നഷ്ടപ്പെടുക, എത്രയോ കാര്യങ്ങൾ പറയണം. കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന ഞാൻ പറയുന്നില്ല, കാരണം അത് മന്ത്രിയുടെ ഇതിൽ അത്ര അങ്ങോട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സിസ്റ്റം തകരാറിലായി എന്നൊരു മന്ത്രി സമ്മതിച്ചല്ലേ. ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ഈ സംഭവം കഴിഞ്ഞ ശേഷം. മുഖ്യമന്ത്രി പ്രസംഗിച്ച നിങ്ങളെ മാതൃഭൂമിയിലെ ഞാനത് കണ്ടത്. മുഖ്യമന്ത്രി പറഞ്ഞത് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം. അതിനുശേഷം ഞാൻ മന്ത്രി K രാജൻ്റെ ഒരു പത്രസമ്മേളനമാണോ നിങ്ങൾ പോയി ചോദിച്ചാന്നറിയില്ല, അദ്ദേഹം പറഞ്ഞു ശാരീരികമായി ആക്രമിക്കാൻ മുതിർന്നത് എന്ന്. ഇത് രണ്ടും ഞാനിവിടെ ഒന്ന് അഭിലാഷിനെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ CCTV ദൃശ്യമാണോ പ്രധാനമന്ത്രി ശ്രീ വസീഫ് ചോദിച്ചാൽ, ദൃശ്യമാധ്യമക്കാലത്ത് പ്രധാനമാണ് വസീഫെ. ദൃശ്യമാധ്യമ കാലത്ത് നമ്മളെ പഴയ കാലത്താണെങ്കിൽ ആക്രമിച്ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും.
ഇപ്പോൾ ആക്രമിച്ചു എന്ന് വിശ്വസിക്കാത്ത എന്തുകൊണ്ടാണ്? ആരോഗ്യമന്ത്രിയാണ് കേട്ടോ, വീണ ജോർജ് അല്ല കേട്ടോ ശ്രീ അഭിലാഷേ, ആരോഗ്യമന്ത്രി, കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിക്കെതിരായിട്ടുള്ള സമരം ചെയ്ത ശേഷം ആരോഗ്യമന്ത്രി 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തി അവിടെ മുഖ്യമന്ത്രിയെ സംസാരിക്കുന്നു, സ്പീക്കർ അവർക്ക് പരിക്കേറ്റെന്ന് പറയുന്നു എന്ന് നിങ്ങളുടെ ഫെലിക്സ് പറഞ്ഞതൊക്കെ ഒന്നുകൂടെ എടുത്ത് ജനങ്ങൾ കാണുമ്പോൾ ഏതാണ്ട് ഒരു ചിത്രമൊക്കെ നമുക്ക് വ്യക്തമാകും. പക്ഷേ ഒരു കാര്യം അഭിലാഷ് പറഞ്ഞ് ഞാൻ പറയാം, KSU പ്രവർത്തകരാണെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിലും സമരമാർഗം തിരഞ്ഞെടുക്കുമ്പോൾ അവർ പ്രതിഷേധിക്കാൻ കുഴപ്പമൊന്നുമില്ല. സമരമാർഗം തിരഞ്ഞെടുക്കുമ്പോൾ അതായത് ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുന്ന CPM അപ്പുറത്തുണ്ടെന്നൊന്ന് ആലോചിക്കണം. എന്താ കാരണം? ഇന്ന് അവരുടെ സ്റ്റേറ്റ്മെൻ്റാണ് രസകരം. ഒറ്റ മിനിറ്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം, ഒറ്റ കാര്യമേ ഉള്ളൂ. ഇന്നല്ല എല്ലാ CPM നേതാക്കളും പറഞ്ഞ എന്താ, VD സതീശൻ പറഞ്ഞു വിട്ടു. അതുപോട്ടെ, ഇനി രണ്ടാമത്തെ രസകരം, കനകോലു പറഞ്ഞു. ഏത് കനകോലു പറഞ്ഞു? എന്താണ് എൻ്റെ അഭിലാഷേ? ഇതൊക്കെ ഉണ്ടാകാതിരിക്കാൻ കുറച്ച് ശ്രദ്ധ യൂത്ത് കോൺഗ്രസും KSU കാണിക്കണം. ശ്രദ്ധിക്കണം എന്നാണ്